നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 20, 2025 വ്യാഴം. അങ്ങനെ ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിൽ ഉയർന്ന ശുഭാപ്തി വിശ്വാസത്തിനെ തുടർന്നും IT സ്റ്റോക്സിൽ ഉടലെടുത്ത ശക്തമായ ബൈങ്ങിന്റെ ഫലമായിട്ടും വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളുടെ റിസൾട്ടുകൾ, ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ, അതുകൂടാതെ ഗ്രോസറി ഐറ്റംസിൽ 50% അഡീഷണൽ താരിഫിൽ നിന്നും ഒഴിവാക്കിയ ഇന്ത്യൻ ഗ്രോസറി പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് തുടങ്ങിയവ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഈ മാസത്തെ മൂന്നാമത്തെ ബൈയിങ് നടക്കുകയുണ്ടായി 1580.72 കോടി രൂപയ്ക്ക്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1360.27 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 26,100 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിലവിലെ നിഫ്റ്റിയുടെ റെക്കോർഡ് ഹൈയിലേക്കുള്ള പ്രയാണം തള്ളിക്കളയാനുമാവുകയില്ല. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,850 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും തുടർന്ന് 25,750 എന്ന ലെവൽ സപ്പോർട്ടായിട്ടും മാറിയേക്കാം. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റി 25,700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ നിന്നും ഉച്ചയ്ക്ക് 12:30 UK നിന്നും റിലീസ് ചെയ്ത ഒക്ടോബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് ബെറ്റർ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്, 3.6% എന്ന നിലയിൽ. എന്നാൽ അതേസമയം ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം 7 മണിയോടുകൂടി US നിന്നും റിലീസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന സെപ്റ്റംബർ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സ്, ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റകളുടെ റിലീസും, അതുകൂടാതെ ഒക്ടോബർ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സും ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റയും റിലീസ് ചെയ്യപ്പെടുകയുണ്ടായില്ല. ടു ബി അനൗൺസ്ഡ് എന്ന സ്റ്റാറ്റസ് ആണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ഇന്ന് വെളുപ്പിനെ 12 മണിയോടുകൂടി USലെ FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു. അതിൽ ഒക്ടോബറിലെ നിരക്ക് കുറയ്ക്കലിനെ ചൊല്ലി ഫെഡ് മിനിറ്റുകളിൽ ഭിന്നത കാണിക്കുകയുണ്ടായി. അതുകൂടാതെ വരുന്ന ഡിസംബറിൽ നിരക്ക് കുറയ്ക്കുന്നതിനെ ഫെഡ് മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്നും സംശയവും രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിന് പുറമെ ഇന്ന് വൈകുന്നേരം US നിന്നും ഇന്ത്യൻ സമയം 7 മണിയോടുകൂടി നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം സെപ്റ്റംബർ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, നോൺ ഫാം പേറോൾസ്, അതുകൂടാതെ ഒക്ടോബറിലെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. ഇവ റിലീസ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസൊന്നും US നിന്നും ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്നും US കയറ്റുമതി ചെയ്യപ്പെടുന്ന ഗ്രോസറി ഐറ്റംസിൽ 50% താരിഫിൽ നിന്നും ഒഴിവാക്കിയ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കാപ്പി, ചായ, മഞ്ഞൾ, ഇഞ്ചി, കറുവപ്പട്ട, ഏലം, ജീരകം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതിനു പുറമെ കശുവണ്ടി തുടങ്ങിയ മറ്റ് നട്ട്സുകൾ, ഇതിനു പുറമെ ഉഷ്ണമേഖലയിലെ ചില പ്രത്യേക പഴവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളും പഴച്ചാറുകൾ, പൾപ്പ് തുടങ്ങിയവ 50% താരിഫിൽ നിന്നും ഒഴിവാകും. ഇതിനെ തുടർന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ അഭിപ്രായ പ്രകാരം ഈ ഇളവുകൾ ഏകദേശം 2.5 മുതൽ 3 ബില്യൺ US മൂല്യം വരുന്ന ഇന്ത്യൻ കയറ്റുമതിക്ക് ഗുണം ചെയ്തേക്കാമെന്നുള്ള അഭിപ്രായമാണ് വരികയുമുണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICIC ബാങ്ക് ADRകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ്, വിപ്രോ, ഇൻഫോസിസ് ADRകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്നലെ തുടർന്ന IT സ്റ്റോക്കുകളുടെ നേട്ടം ഇന്നലെ ADR സ്റ്റോക്സുകളിലും പ്രതിഫലിക്കുകയുണ്ടായി. തൽഫലമായി ഇൻഫോസിസ്, വിപ്രോ ADRകൾക്ക് 2% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ഈ ആഴ്ചയിലെ തുടക്കം മുതൽ NVIDIAയുടെ ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ വെയിറ്റിംഗിലായിരുന്നു US മാർക്കറ്റുകൾ നിലകൊണ്ടിരുന്നത്. AI ബൗൾസിലുള്ള ആശങ്കകളെയൊക്കെ മാറ്റിക്കൊണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ നിന്നും 22% ഉയർച്ചയോടുകൂടിയും ഇയർ ഓൺ ഇയർ ബേസിസിൽ 62% ഉയർച്ചയോടും കൂടിയിട്ടാണ് ഇത്തവണ NVIDIAയുടെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ കമ്പനിയുടെ അഥവാ $57 ബില്യൺ വർധനവാണ്
കമ്പനിയുടെ റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. ഇതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. തൽഫലമായി S&P 500-ന് 0.5%-നടുത്തും നാസ്ഡാക്കിന് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 256 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും, അതായത് UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് വെളുപ്പിന് 2:45 ക്ലോസായ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 4%-ന്റെയും കൊറിയൻ മാർക്കറ്റ് 2.5%-ലേറെയും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും നിലവിൽ 0.5%-നടുത്ത് ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വില $4,108 തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.28 എന്ന നിലയിലും മാക്സ് പെയിൻ 26,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് ഇന്നലെയും നിഫ്റ്റിക്ക് നിലകൊള്ളാനായത്. RSIയും 64.21 എന്ന ലെവലിലേക്കായിട്ടും എത്തിച്ചേർന്നു. 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്കും 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.2 എന്ന നിലയിലും മാക്സ് പെയിൻ 58,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി RSIയും 72.88 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം 58,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. NBCC 2,966.1 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ നാഗ്പൂർ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഇൻഫോ എഡ്ജ് നവംബർ 19 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന്റെ മുഴുവൻ സമയ ഡയറക്ടറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായിരുന്ന ചിന്തൻ തക്കർ സ്ഥാനമൊഴിയുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് 2018-19 അസസ്മെന്റ് വർഷത്തേക്ക് ആദായ നികുതി വകുപ്പിൽ നിന്ന് 365 കോടി രൂപയുടെ നികുതി ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഗോദാവരി പവർ ആൻഡ് ഐസ് പ്ലാന്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കായി കമ്പനി അതിന്റെ അനുബന്ധ സ്ഥാപനമായ ഗോദാവരി ന്യൂ എനർജിയിൽ 124.95 കോടി രൂപ നിക്ഷേപിച്ചു എന്നുള്ള വാർത്തകൾ. മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ് മഹീന്ദ്ര സിഗ്നേച്ചർ റിസോർട്ട്സ് എന്ന ബ്രാൻഡിന് കീഴിൽ അതിന്റെ അനുബന്ധ സ്ഥാപനമായ മഹീന്ദ്ര ഹോട്ടൽസ് ആൻഡ് റെസിഡൻസ് ഇന്ത്യ വഴി നടപ്പിലാക്കുന്ന ലക്ഷ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് വിഭാഗത്തിലേക്ക് കമ്പനി പ്രവേശിക്കുകയാണ്. NTPC ഗ്രീൻ എനർജി പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ വികസനത്തിനായി സിംഗരണി കൊളിയറീസ് കമ്പനിയുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. കല്യാണി ഫോഴ്സ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിരുന്ന നിലേഷ് ബന്ദ്ലെ നവംബർ 19 രാജിവെക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.